സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് കോടമ്പുഴ സ്വദേശി അബ്ദുൾ റഹീം ജയിൽ മോചിതനാകുന്നു. ജയിൽ ഉത്തരവിൽ ഒപ്പുവെച്ചിരിക്കുന്നു. രാജ്യം വിടാനുള്ള ഇമിഗ്രേഷൻ നടപടികളും പൂർത്തിയായി കഴിഞ്ഞു എന്നാണ് വിവരം. ഇമിഗ്രേഷൻ നടപടി കൂടി പൂർത്തിയായാൽ ഏത് സമയവും റഹീമിന് നാട്ടിലേക്ക് പോകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിയമസഹായ സമിതി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കി വരുന്നു. ഏതായാലും ബലിപെരുന്നാളിന്റെ തൊട്ട് തലേ ദിവസം ഒരു വലിയ സന്തോഷ വാർത്തയാണ് നമുക്ക് നൽകാനുള്ളത്. കാരണം 20 വർഷത്തോളം ജയിലിൽ കഴിഞ്ഞ കോഴിക്കോട് കോടമ്പുഴ സ്വദേശി അബ്ദുൾ റഹീം ജയിൽ മോചിതനാക്കുകയാണ്. സൗദി അറേബ്യയിലെ ക്രിമിനൽ കോടതി വധശിക്ഷ അടക്കം വിധിച്ച് ജയിലിൽ കഴിഞ്ഞിരുന്ന റഹീമാണ് ഇപ്പോൾ ജയിൽ മോചിതനാകാൻ പോകുന്നത്. അതിൽ റഹീമിനെ ജയിൽ മോചിതനാക്കാമെന്നുള്ള ഔദ്യോഗികമായിട്ടുള്ള ഉത്തരവിലാണ് ഇപ്പോൾ ഒപ്പുവെച്ചിരിക്കുന്നത്. മാത്രമല്ല മറ്റ് നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആകെ 2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന്, ഈ നമ്മുടെ ഇന്ത്യൻ എംബസിയിൽ ഇക്കാര്യങ്ങൾ അറിയിക്കുകയും ഇന്ത്യൻ എംബസിയിൽ നിന്ന് വൈറ്റ് പാസ്പോർട്ട് അത് കൃത്യമായി അവിടെ എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. വൈറ്റ് പാസ്പോർട്ട് ലഭിച്ച് ഇനി വിമാന ടിക്കറ്റ് എടുക്കണം. അതിനുശേഷം വിമാനത്താവളത്തിൽ നേരിട്ട് റഹീമിനെ കൊണ്ടുവരും. റിയാദിലെ വിമാനത്താവളത്തിൽ തന്നെ ആയിരിക്കും. അത് നേരിട്ട് അധികൃതർ വിമാനത്താവളത്തിനകത്തെത്തിച്ച് അവിടെ നിന്നും കയറ്റിയാക്കി ഡീപ്പോർട്ട് ചെയ്യുകയായിരിക്കും ചെയ്യുക. ഏതായാലും അത്തരം നടപടികൾ മാത്രമാണ് ഇനി ശേഷിക്കുന്നത്. ഇപ്പോൾ വിമാനം ഏതാണെന്ന് നിശ്ചയിക്കണം, വിമാന ടിക്കറ്റ് കിട്ടണം. അതിന്റെ ഒരു താമസം ഉണ്ടാകും. ഇന്ന് തന്നെ രാത്രിയിൽ തന്നെ റഹീമിനെ പരമാവധി നാട്ടിലേക്ക് കൊണ്ടുവരാനാണ് ഇപ്പോൾ നിയമസഹായ സമിതിയും എല്ലാവരും തന്നെ ശ്രമിക്കുന്നത്. കാരണം റഹീമിന്റെ മോചനം ഏത് സമയത്തും ഉണ്ടാകാമെന്നുള്ള ഒരു സാഹചര്യമായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് നടപടികളൊക്കെ തന്നെ നിയമസഹായ സമിതിയും ഇന്ത്യൻ എംബസിയും ഒക്കെ പൂർത്തിയാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും വേഗത്തിൽ അടുത്ത മണിക്കൂറിൽ തന്നെ റഹീമിനെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്.